കായംകുളത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി തമ്പി മേട്ടുതറ സ്വീകരണ പര്യടനമായി എത്തി വിവിധ സ്ഥലങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചു. വളഞ്ഞിറക്കാവിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. കായംകുളത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി തമ്പി മേട്ടുതറ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. എസ്.എൻ. സെൻട്രൽ സ്കൂൾ, ചെട്ടികുളങ്ങര, കൃഷ്ണപുരം, ദേവികുളങ്ങര എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പര്യടനം നടത്തിയത്. വളഞ്ഞിറക്കാവിൽ നിന്നാണ് സ്വീകരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ബി.ജെ.പി. ആലപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റ് മഠത്തിൽ ബിജു ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം ശരത് പാട്ടത്തിൽ സ്വാഗതം പറഞ്ഞു. ഹരിഗോവിന്ദ് ആമുഖ പ്രഭാഷണം നടത്തി. എൻ.ഡി.എയുടെ നേതാക്കൾ സംസാരിച്ചു. വളഞ്ഞിറക്കാവിലെ സ്വീകരണ ചടങ്ങിന് ശേഷം മന്നത്ത്, പേരൂർമുക്ക്, പനയനാറുകാവ്, പണ്ടായത്തുമുക്ക്, കുറ്റിപ്പുറം ചന്ത, പുതിയകാവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലേക്ക് തുടർന്ന് പ്രവേശിച്ചു. എൻ.ഡി.എ നേതാക്കൾ നേതൃത്വം നൽകി. ഇവർ നടത്തുന്ന അഴിമതിയും ഇവർ നടത്തുന്ന ഈ സ്വജനപക്ഷപാതവും എല്ലാം കേരളം മറക്കണം. ഈ സമയത്ത് അവസാനം ചർച്ച ചെയ്യേണ്ടത് കരച്ചിൽ മാത്രമായിരിക്കണം. കണ്ടു നമ്മൾ കായംകുളത്ത് രണ്ട് സ്ഥാനാർത്ഥികളെ കൊണ്ടിവിടെ. അവർ നടത്തുന്ന വികസനത്തെ കുറിച്ചല്ല, അവർ സംസാരിക്കുന്ന വികസനത്തെ കുറിച്ചല്ല, അവർ പറയുന്നത് കായംകുളത്തിന് എന്ത് വികസനം വേണമെന്നതിനെ കുറിച്ചുമല്ല, അവർ പറയുന്നത് മറ്റൊന്നുമല്ല. അവർ കരച്ചിൽ മത്സരം നടത്തുകയാണ്. രണ്ട് സ്ഥാനാർത്ഥികളും വേദിയിൽ വന്നിരുന്ന് കരയുന്നു. സ്വന്തം മണികളെ കൊണ്ട് അതിന്റെ പടമെടുത്ത് പോസ്റ്റ് ഒട്ടിച്ച് കായംകുളത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ പാപമാണ്, ഓടി നടക്കുകയാണ് എന്നൊരാൾ പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നു എന്നെ വേദനിപ്പിച്ചു, എനിക്ക് പൊട്ടിക്കരയുന്നു. എനിക്ക് തോന്നുന്നു മനുഷ്യന് വേദനിക്കുമ്പോൾ കരയും. നമ്മളൊക്കെ ഹൃദയത്തിന് വേദന വരുമ്പോൾ കരയാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് കരച്ചിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. വിശ്വാസത്തിന്റെ അവസാന ഘട്ടത്തിൽ 10 വർഷം ഭരിച്ച ഇടതുപക്ഷ സർക്കാരും ചെയ്തത് വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ആദ്യം നമ്മൾ കണ്ടു വിശ്വാസികൾക്കെതിരെയുള്ള വലിയ പോരാട്ടം. വിശ്വാസികൾ ശബരിമല അടക്കമുള്ള അമ്പലങ്ങളിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ അവിടുത്തെ വിശ്വാസികളെ ആകെ ദുഃഖത്തിലാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഈ ഗവൺമെന്റ് ഉണ്ടാക്കി. കേരളം സാമ്പത്തിക കടക്കണിയിൽ നിൽക്കുന്ന അവസ്ഥ. കേരളത്തിലെ അഴിമതി ഇന്ന് ലോകത്തിൽ ഒരു സംസ്ഥാനത്തിലോ ഒരു രാജ്യത്തോ ഇല്ലാത്ത തരത്തിലുള്ള അഴിമതിയാണ് ഈ കൊച്ചു കേരളത്തിൽ. യാതൊരു വ്യവസായ സ്ഥാപനങ്ങളും ഇല്ലാത്ത ഈ കൊച്ചു കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സി.ഡി. നെറ്റ് ന്യൂസ്, കായംകുളം.